കൊത്തുപണികളോട് കൂടിയ മനോഹരമായ ഒരു മരപ്പെട്ടി, അതിനുള്ളിൽ ധാരാളം പ്രായം തോന്നിക്കുന്ന ബോൺസായി മരങ്ങൾ. അവർക്ക് ചിരിക്കാൻ അറിയില്ല, അവർക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല. പക്ഷെ അവർക്കൊന്നറിയാം, പ്രാർത്ഥിക്കാൻ. എല്ലാ ദിവസവും രാവിലെ അവരെല്ലാവരും കൂടി പ്രാർത്ഥിക്കും, ദൈവമേ, ഞങ്ങളെ ഈ മരപ്പെട്ടിയിൽ നിന്ന് രക്ഷിക്കണമേ, ഞങ്ങൾക്കൊരാപത്തും ഉണ്ടാക്കരുതേ. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. പക്ഷേ ഈ മരങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ഒരു ചെറിയ ബോൺസായി മരം ആ പെട്ടിക്കുള്ളിലുണ്ടായിരുന്നു. അവന് ചിരിക്കാൻ അറിയാമായിരുന്നു, അവന് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും അറിയാമായിരുന്നു. ഇവനെ കണ്ട ശേഷം ഈ വലിയ ബോൺസായി മരം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, നീ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടന്നു, നിനക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഗൗരവവുമില്ല. പക്ഷേ ഈ കുഞ്ഞു ബോൺസായി മരം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന് അതിയായി ഉയരം വർദ്ധിച്ചിരിക്കുന്നു. അവൻ ആ പെട്ടിയിൽ വളഞ്ഞും തിരിഞ്ഞും നിന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ മരപ്പെട്ടി അവനെ ഞെരുക്കാൻ ആരംഭിച്ചു. അവൻ ചെറുതായി ആ പ്രായം തോന്നിക്കുന്ന ബോൺസായി മരമായി മാറിത്തീർന്നു. അവന് അതിയായ സങ്കടം തോന്നി. അവനെ മറ്റു ബോൺസായി മരങ്ങൾ കളിയാക്കി ചിരിച്ചു. അവനും അതിയായി ദുഃഖിതനായിരുന്നു. പക്ഷെ അവൻ ശക്തി പ്രാപിച്ച് ആ മരപ്പെട്ടിയുടെ അടപ്പ് തുറന്ന് ഭൂമിയിലേക്ക് അവൻ്റെ വേരുകളാഴ്ത്തി. അവൻ അങ്ങനെ വലിയൊരു പടുവൃക്ഷമായി ഉയർന്നു പൊങ്ങി. ധാരാളം പക്ഷികളും മൃഗങ്ങളും അവനെ വന്ന് വാരിപ്പുണർന്നു. നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ പരിശോധിക്കാനുള്ള നാളുകളാണ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയും ദാനധർമ്മത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ നമുക്ക് ബലപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ടാവും. പക്ഷേ യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നമുക്ക് ഉയർന്നു പൊങ്ങാം.